പൊടിപ്പിക്കലൊന്നും ഇല്ല ഇവന്. അരി പെറുക്കാൻ നല്ല ബാലൻസ് വേണം, പൊടിപ്പിക്കാൻ മാത്രം അറിഞ്ഞുകൂടാ. ചേട്ടാ ഇച്ചിരി അരി പൊടിപ്പിക്കാണ്ട് പൊടിപ്പിച്ചു തരുമോ? അപ്പുറത്ത് വേറെ മില്ല് വല്ലതും ഉണ്ട് പൊടിക്കണം, അവിടെ കൊണ്ട് പൊടിക്കണാവേ. എന്റെ കൂർക്കമ്മലി. അരി പൊടിപ്പിച്ചു തരുമോ? ആരാണ് ഒരു പെണ്ണ് ഇവിടെ വന്ന് പൊടിപ്പിക്കാല്ലോ? എവിടെ നിന്നെ ഞാനെന്തിനാണ് ശമ്പളം നീ മില്ല് നിർത്തിയിരിക്കണത്? ആൾക്കാർ വരുമ്പോ അരി പൊടിപ്പിച്ചു കൊടുക്കാനാണ്, അതേ ഇവിടെ കിടന്ന് ഉറങ്ങാനാണ്? ഉറങ്ങിയല്ലോ, നീ ഒന്നും പറയിപ്പിക്കരുത്. ഞാൻ പണിയല്ലേ ഇവിടെ ചെയ്യണത്. നീ എനിക്കിട്ട് പണിയാണ് ചെയ്യണത്, ഈ പണിയല്ല നീ ചെയ്യണത്. മുതലുള്ള വർത്താനം കേട്ടു ഞാൻ എന്ത് സദാശിവൻ ചേട്ടൻ ഒരു 10 കിലോ അരി ഇവിടെ കിടന്ന് പൊടിപ്പിച്ചായിരുന്നോ? പഠിപ്പിച്ചായിരുന്നു. പുള്ളി 6 കിലോ പൊടിയെ കിട്ടിയുള്ളൂ. പുള്ളിക്ക് ഭയങ്കര പരാതിയുണ്ട്. എങ്ങനെ 6 കിലോ പൊടിയെ പുള്ളിക്ക് കിട്ടിയിട്ടുള്ളൂ? 10 പുള്ളി കൊണ്ടുവന്ന കംപ്ലീറ്റ് അരി ഞാൻ പൊടിച്ചാ ഇവിടെ നിന്ന് കൊടുത്തു വിടാം. പുള്ളി നുണ പറയണതായിരിക്കും. അവിടെ അവിടെ നീ എന്താ അരി പൊടിപ്പിച്ച് കൊടുത്തു? എന്ത് 4 കിലോ ഇട്. വൈകുന്നേരത്തിന് മുമ്പ് ഈ 4 കിലോ പൊടി കൊണ്ട് പുള്ളിയുടെ വീട്ടിൽ കൊടുത്തില്ലേ? ഇതിനെ തലയടിച്ച് ഞാൻ പൊളിക്കും ഞാൻ. മുതലാളിക്ക് എന്നെ ഈ കുറ്റം പറയാൻ മാത്രമേ പറ്റുള്ളൂ. കുറ്റം പറയാനാ? എപ്പോ നോക്കിയാലും കുറ്റം പറഞ്ഞു. നീ അപ്പുറത്തെ കോഴി ഫാമിൽ ഇടക്കിടക്ക് പോകണമെന്ന് ഞാൻ അറിഞ്ഞില്ല. കോഴിയായിട്ട് എന്താ ബന്ധം? കോഴിയായിട്ട് ബന്ധമല്ല, ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവർ ഒരു 10-12 മുട്ട എനിക്ക് തരും. ഞാൻ അവിടെ ചെന്ന് നിൽക്കുന്നു, ആ മുട്ട മേടിച്ചിട്ട് വരുന്നു, പുഴുങ്ങുന്നു, കഴിക്കുന്നു. അത്രേ ഉള്ളൂ. അല്ലാതെ ഇവിടെ പൊടിപ്പിക്കാൻ പറ്റുന്നവരുടെ അരിയും ഗോതമ്പും അവർക്ക് കൊണ്ട് കൊടുത്തിട്ട് അവർ തരുന്ന മുട്ട മേടിച്ച് കഴിക്കുകയല്ല നീ ചെയ്യുന്നത്. നീ ഭയങ്കര സേവനമാടാ, നീ ഭയങ്കര സേവനം. മുതലാളി ഇത് ആവശ്യമില്ലാത്ത കാര്യമൊക്കെ. നീ അവിടെ ഇരുന്നു അരി ഞാൻ പൊടിപ്പിച്ചു കൊടുക്കും. നീ വലിയ ആളല്ലേ, നീ അവിടെ ഇരുന്നു. എനിക്കറിയാം ഇതൊക്കെ നടത്താൻ. കണ്ടാ ഭയങ്കര ലുക്കും ഉണ്ട്. മൊലാളിയാണോ? അയ്യ, മൊലാളിയാൻ പറ്റിയ സാധനം. ശരിക്കും മൊലാളിയാരാ? മൊലാളിയാണോ? ഞാനാ ഇതിന്റെ മൊത്തത്തിൽ ഇവിടെ കാണിച്ചോണ്ടിരിക്കുന്നത്. എന്ത് പറ്റിയെന്നോ? എന്റെ മുഖം നോക്കിക്കേ നിങ്ങള്. കണ്ടോ? സൈഡിൽ നോക്കി നയൻതാരെ പോലെ ഇരിക്കുന്നു. നയൻതാര പോലെ ഇരിക്കുന്ന പറയാനാണോ വന്നത്? ഇവിടെ പൊള്ളി പറഞ്ഞിട്ടിരിക്കുന്ന കണ്ടോ നിങ്ങള്? ഒരു മാസത്തിന് മുമ്പ് ഞാൻ ഇവിടെ കുറച്ച് അരി പൊടിപ്പിക്കാൻ വേണ്ടി വന്നു. ഇവിടെ നിന്ന് അരിപ്പൊടി വെച്ചിട്ട് ഞാൻ ഇടയ്ക്ക് ഫേഷ്യൽ ചെയ്ത് മുഖത്തൊക്കെ ഇങ്ങനെ അരിപ്പൊടി തൂത്തി ഇങ്ങനെ വെക്കാറുണ്ട്. അങ്ങനെ ഞാൻ അരിപ്പൊടി തൂത്ത് വെച്ചിട്ട് എന്റെ ഇവിടെ എല്ലാം കൂടെ തന്റെ പൊള്ളി കൂടുന്ന് വന്നേക്കുന്ന കണ്ടോ? ഞാൻ ഒരു മാസമായിട്ട് ഉള്ള ആശുപത്രിയിലെല്ലാം കയറി ഇറങ്ങി നടക്കുവാ. നിങ്ങൾക്കറിയാമോ? അരി പൊടിപ്പിക്കാൻ പറഞ്ഞാൽ മുളക് പൊടിച്ചതിന്റെ കൂട്ടത്തിട്ടാണ് അരിയും കൂടെ പൊടിപ്പിക്കണം. ഞാൻ എന്ത് ചെയ്യാനായിട്ടാണ്? എല്ലാത്തിനും കൂടെ ഒരു മില്ലിൽ പറഞ്ഞ് മുളക് പൊടിപ്പിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ അരി പൊടിപ്പിക്കാവോ? ഞാൻ പറയണ കേക്ക് എന്നാന്നറിയാമോ? നീ ഒന്നും പറയണ്ട. സംഭവം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഈ അരി പൊടിപ്പിച്ച് കഴിഞ്ഞ് കുറച്ച് മുളകും കൂടി ഇട്ട് പൊടിപ്പിക്കാം. സഹോദരി ബഹളം ഉണ്ടാക്കരുത്, അങ്ങനെ പറ്റിപ്പോയി. ഈ പണിക്കാരൻ എന്ത് ചെയ്യാനൊക്കും? വേറൊരു കാര്യം ഞാൻ പറയട്ടെ, അതൊക്കെ പോട്ടെന്ന് ഞാൻ വെക്കാം. ഞാൻ ഇവിടുന്ന് അരി എടുത്തുകൊണ്ട് അങ്ങോട്ട് പോയ പോക്കിൽ ആ വാതിലിൽ തട്ടി എന്റെ നഖം പറഞ്ഞങ്ങ് പോയി. വെപ്പ് നഖം ഇപ്പൊ ഇവിടെ വെച്ചേക്കുന്നത്. അവിടെ നിന്ന് നിങ്ങൾ ക്ലീൻ ചെയ്തിട്ടാണെങ്കിൽ എന്റെ കാലിലെ വെപ്പ് നഖം വെക്കേണ്ട കാര്യം വരുമായിരുന്നു. അത് നിങ്ങൾ ബഹളം ഉണ്ടാക്കണം. ഞാൻ എന്താന്ന് വെച്ചാൽ ചെയ്തോളാം. എന്തേലും നീ ചെയ്യണം. ഞാൻ ഒരു കാര്യം നീ മിണ്ടരുത്. കൊറേ അരിപ്പൊടി തൂക്കി അടക്കണവൻ. പൊടിമില്ല് നീയാണോ പൊടിമില്ല്? ഇതാണോ പൊടിമില്ല്? അല്ല, മൊലാലിയുടെ സ്വന്തമാണോ ഇത്? എന്റെ സ്വന്തം മില്ലാണ്. ഞാൻ എന്റെ മക്കളുടെ പേരിൽ തുടങ്ങിയ ഒരു സ്ഥാപനമാണ്. മക്കളൊക്കെ ഉണ്ടോ മൊലാലിക്ക്? കണ്ട കല്യാണം കഴിച്ചാന്ന് പറയത്തേ ഇല്ല കേട്ടോ. പറയണ്ട, പറയണ്ട. ഡൈ ചെയ്യണം. അത് പൊടി പറ്റിയാണോ? അത് ഇതിന്റെ പൊടിയാണ്. പൊടിയല്ലേ? ഞാൻ എന്റെ 2 മക്കള്, ഒന്ന് പൊടിമോനോ രണ്ടാമത്തോളൂ പൊടിച്ച്. ഇത് തന്നെയല്ല ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അത് പോട്ടെ, ഞാൻ നഷ്ടപരിഹാരം ദേവി ഇത് പുറത്തങ്ങ് ഇറങ്ങി. നഷ്ടപരിഹാരം എനിക്ക് വേണ്ടിയിട്ടൊന്നും അല്ല മൊലാളി. പിന്നെ ഞാനങ്ങ് ചോദിച്ചെന്നുള്ളു, നാളെ ഇയാൾ ഇത് ആവർത്തിക്കരുതല്ലോ, അതിനു വേണ്ടിട്ടാ. പെങ്ങള് അതല്ല, എനിക്ക് 2 വർത്താനോട് പറഞ്ഞു. അവനോട് 2 വർത്താനം പറയണല്ലോ. എന്തുവാന്ന് പറഞ്ഞിട്ട് അവനറിയാം എന്താ പറഞ്ഞു. ഞാൻ ഒരു കാര്യം ഓൺ ചെയ്യണോ ഞാൻ കേട്ടോ മൊലാളി? മറ്റേ അരി പൊടിച്ചായിരുന്നല്ലോ, അതും കൊണ്ട് അങ്ങോട്ട് ഇറങ്ങുമല്ല, അവിടെ തട്ടി ഒരു വീഴ്ച അങ്ങോട്ട് വീണിട്ട് ഒരു മാസമായിട്ട് ഈ കൈ തിരുമാത്ത സെന്റർ.
ഞാൻ എല്ലാത്തിനും നഷ്ടപരിഹാരം തരും. പിന്നെ മുതലാളി മിണ്ടരുത്. ഒരു മസാജിങ് പാർലർ ഉണ്ട്. മുതലാളിക്കോ? ഞാനാണ് അവിടുത്തെ തിരുമുകാരൻ. തിരുമാനൊക്കെ അറിയാവോ? എന്നാ എന്റെ കൈ ഒന്ന് തിരുമി റെഡിയാക്കി തരുമോ മുതലാളി? ഓ മുതലാളി ഒരു പാക്കറ്റ് സിഗരറ്റ് മേടിച്ചിട്ടുണ്ടോ? മുതലാളി വലിക്കല്ല. നീ എന്നെ കുറെ വലിപ്പിക്കണല്ലോ. വലിച്ചോ പോലെ ഇത് നീ മേടിച്ചിട്ട് നീ തന്നെ അവിടെ നിന്ന് വലിച്ചോ. ഒരു പാക്കറ്റ് വലിച്ചിട്ട് ഇങ്ങോട്ട് കയറി ഒരാള്. അപ്പൊ എനിക്ക് മസാജിങ് പാർലറുണ്ട്. ഇവിടെ ഇരിക്കൂ, പ്ലീസ് ഇരിക്കൂ. ഇവിടൊക്കെ പൊടിയാണല്ലോ. അതായത് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? ഞാനത് എങ്ങനെയാ പറയണ്ടേന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് തിരുമ്മി റെഡിയാക്കി തന്നാ എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞാൽ? അല്ല അതാ പറയിപ്പിച്ചില്ലല്ലോ. അതിന്റെ ആ ഫ്ലോ അങ്ങ് പോയി. കൈ ഒന്ന് തിരുമി ഒന്ന് റെഡിയാക്കി തരുമോ? ഞാൻ പറഞ്ഞില്ലേ ഇത് എനിക്ക് നഷ്ടപരിഹാരം തരണം. നഷ്ടപരിഹാരം തരും. കൈ തിരുമ്പി ഞാൻ ലെവൽ ചെയ്ത് തരും. ഇങ്ങനെയല്ലേ? കുടഞ്ഞൊരു സൂര്യൻ മാനത്ത് ഒട്ടുതൊടുന്നൊരു നാണം തീരത്ത് നിൻചുടു നിശ്വാസത്തിൻ കാറ്റത്ത് എന്നില എന്നെ അറിയത്ത് കുംഭനവർണ്ണ പദങ്ങൾ ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.